ഗൈസ്, ഇതാണ് അരമൈക്ക് വാങ്ങിച്ചെന്ന ടീഷർട്ട്. പിന്നെ ആകാശ് തന്ന ബോക്സിങ് ഗ്ലൗസ് ഇതാണ് കേട്ടോ. ഇതെടുത്തിട്ട് ഞാൻ എല്ലാവരും ഇടിക്കും. ഈ ഡിസ്ലൊക്കേറ്റഡ് ഷോൾഡർ വെച്ചിട്ട് എനിക്ക് മൂവത്തായി പഠിക്കാൻ ആഗ്രഹമില്ലാതില്ല. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി ഹീലായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മൂവത്തായിലേക്ക് സ്വിച്ച് ചെയ്യും. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ താങ്ക്സ് ഗൈസ്, എനിക്ക് ടീഷർട്ടും ഇഷ്ടമായിരിക്കും. നല്ല നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ടീഷർട്ടാണ്. അപ്പോൾ താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ് ഗൈസ്. ഇനി അത് ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോവാണ്. കുളിച്ച് ഞങ്ങളിപ്പോൾ ന്യൂ കാസലിലേക്ക് ഇറങ്ങാൻ നിൽക്കാം. ഇങ്ങനെ ഞാൻ പോണ ജേർണി കാണിക്കാം. ഹലോ ഗൈസ്, ഞങ്ങൾ റെഡി ആയിരിക്കുന്നു. പോവാൻ നിൽക്കാം. ഞാൻ ഫുൾ റെഡി. ഞങ്ങളിപ്പോൾ ഇറങ്ങി. ഇപ്പോൾ എപ്പോഴും കാരണം പോലെ ഓൺ റോഡിൽ വന്ന് നോക്കുക ഒരു കാപ്പി കുടിക്കാൻ, പെട്രോൾ അടിക്കാൻ. ഇപ്പം എത്തും. ഇവിടെ നിന്ന് 1 മണിക്കൂർ കൂടിയല്ലോ. കനഡ ഫ്ലാഗ് വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ വന്ന സ്ഥലം ഇതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയൊരു കോട്ടേജ് ബുക്ക് ചെയ്ത് വെക്കണേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് ന്യൂ കാസൽ എന്നാണ്. ഇത് ക്ലാരിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയുടെ ഉള്ളിൽ പെടുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള വീടുകളാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള വീടുകളുണ്ട്. അത്യാവശ്യം നല്ല നല്ല വൈബായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊരു കോട്ടേജ്. പിന്നെ ഇവിടെ ബാർബിക്യൂ. ഇപ്പം നമ്മൾ സ്വയമായിട്ട് വല്ല ചിക്കൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാണെങ്കിൽ ഏറ്റവും അടിപൊളി നമുക്കത് ഇവിടെ ഗ്രില്ല് ചെയ്ത് ഇവിടെ നിന്ന് ഫുഡ് അടിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ പൂളാണ് ഇതെന്ന് പറഞ്ഞാൽ. ഹോട്ട് ടബും ഈ സംഭവം ഹോട്ട് ടബാണ്, അത് പൂള്. അത് വിത്ത് ലൈറ്റും സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. നല്ല എന്താ പറയുക, ബിയറൊക്കെ സാധനം കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഇവിടെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയാണ്. ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ അടച്ചിടാം. പിന്നെ ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാബിൻ കാണിച്ചു തരാം. ഇതിന് ഇത് ലൈറ്റ് മറ്റേ ലൈറ്റില്ല, ഇത് തീയിടാനുള്ള മറ്റേ ഫയർവുഡ് പോലും ഇവിടെ സൈഡിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതാണ് എൻ്റെ റൂം. ചെറിയ സെറ്റപ്പാണ്, പക്ഷേ നല്ല രസമുണ്ട്. ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, സോഫ, AC, ഇതവിടെ ബാക്കിൽ TV, ഒരു ചെറിയ TV. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കട്ടി. അതാണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ഥലം. ഒരു നല്ല റിട്രീറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഗെയിം കളിക്കാനുള്ള പ്ലേ സ്റ്റേഷൻ പോലും വെച്ചിട്ടുണ്ട്. അവർ PlayStation 4 ഇരിക്കുന്നുണ്ട്. എനിക്ക് അല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടത്. കാലത്ത് നേരത്തെ എനിക്ക് ഒരു ചായ ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് പുറത്ത്. എന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. നല്ല കാറ്റ്. ഐ ലൈക്ക് ഇറ്റ്. മൊത്തം സെറ്റപ്പിന് വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ. ഇതിന് ഇത്ര 160-170 CAD ടോട്ടൽ വിത്ത് ടാക്സ് പെടുന്നുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഒരു പെർ പേഴ്സൺ ആണ്. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ 2 പേർക്ക് അതിൻ്റെ ഡബിൾ 2 കോട്ടേജ് എടുക്കുമ്പോൾ. അപ്പോൾ നല്ല ഹാപ്പനിങ് ആണ്. ഇത് കണ്ടില്ലേ, ഇവിടെ 1 2 3 4 കോട്ടേജ് ഉണ്ട്. 4 കോട്ടേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫാമിലിക്ക് ഇവിടെ ഈ ഫാമിലിക്ക് കുറേ ആൾക്കാർ ഒരുമിച്ച് വന്ന് ഇവിടെ ബാർബിക്യൂ ഗ്രില്ല് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ദിസ് ഇസ് അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് 8 ആയപ്പോഴേക്കും ഇത്ര അധികം ഇരുട്ടി. വിൻ്റർ ആവാറായി ചെറുതായിട്ടും തോന്നുന്നു. ഇപ്പോൾ എവിടേക്കാണ് പോകണം? അവിടെ ദ സ്നഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ഐറിഷ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിവിടെ ഞാൻ ഈ ഓണറെന്ന് പറഞ്ഞു കേട്ടോ, അവിടേക്ക് എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഡിന്നറിന് അവിടേക്ക് പോവാണ്. പോയി ചെക്ക് ചെയ്തിട്ട് വരാം. നല്ല രസമുണ്ട് കേട്ടോ. ഒരു മാല ബൾബും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, അത്യാവശ്യം നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ കോട്ടേജ് അത്യാവശ്യം നല്ല വൃത്തിക്കാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഞാൻ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വുഡ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ തീയൊക്കെ വെച്ചിട്ടിരിക്കാം. ഈ കോട്ടേജ് അടിപൊളിയാ. ഇതാണ് പൂൾ കേട്ടോ. പൂൾ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഒരു പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഈ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇത്ര 2-3 മിനിറ്റ് നടക്കാനുള്ളൂ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആകെ 2 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ മറ്റേ ഹോട്ടലിലേക്ക്. എന്തൊരു പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നത് ഇവിടുന്നത്. നമ്മൾ പോണ സ്ഥലത്ത് നിന്ന് ആ പാട്ട് കേൾക്കുന്നത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പുറത്തിരിക്കില്ല അല്ലേ? ഇതാണ് പബ് കേട്ടോ, സ്നഗ് എന്ന് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ഒരു പഴയ ടൗണിൻ്റെ ഒരു ഫീല്. Now Brennan being an outlaw upon the mountain high with cavalry. ഇവിടെ ഞങ്ങൾ ഫുഡ് അടിച്ചത്. എൻ്റെ തൊട്ടപ്പുറത്തൊരു ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടിൽ പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്യാനുള്ള നൈഫൊക്കെ വാങ്ങിച്ചു. ഞാൻ ആ സംഭവം തീയൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഇനി എന്താണെന്ന് പറഞ്ഞാൽ പൂളിൽ അത്യാവശ്യം ചില്ലി വാട്ടറാണ്, ലൈക്ക് നല്ല ചൂടൊന്നുമില്ല. അപ്പോൾ പൂളിൽ തേരി ഇരുന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന സമാധാനം, സുഗന്ധവും സന്തോഷവും. സുഗന്ധമല്ല, സുഖം. ഞാനിപ്പോൾ മറ്റേ പൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്നെ തന്നെ ബോയിൽ ഫ്രീ. ഇതിൽ കുറേ ജെറ്റുകളുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു എയർ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ അത് കാരണം നല്ല മസാജിങ് ഫീലാണ്. ഞാനിപ്പോൾ ടെമ്പറേച്ചർ 104 ഫാരൻഹൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചൂടായി തുടങ്ങി. ഞാൻ പൂളിലേക്ക് പോയെങ്കിൽ മടിയായിരിക്കും, കാരണം പൂള് തണുപ്പാ. ആണോ എൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ കേക്ക്. എനിക്ക് 2 വയസ്സ് ഒരുമിച്ച കൂടിയേ. ഓ കട്ട് ചെയ്യണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നന്ദു, ഹാപ്പി ബർത്ത്ഡേ. ഞാനേ ഒരു കാര്യം മറന്നുപോയി. ഞാൻ സാധനം ഊതിയിട്ട് വേണ്ടേ കേക്ക് കട്ട് ചെയ്യാൻ. ഞാൻ ഊതാ മറന്നുപോയി. ആക്രാന്തം എന്ന് പറയും ഇതിനെ.